എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഞാൻ കൃത്യമായും വ്യക്തമായിട്ടും പറയാൻ കഴിയും അടുത്ത പെൻഷൻ വിതരണം എപ്പോഴാണ് എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ചാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകളും കേന്ദ്രവിഹിതം ലഭിക്കാത്ത ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. അടുത്ത പെൻഷൻ വിതരണത്തിന്റെ കാര്യം നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയും. ഇനി ഈ മാസം ഒരു പെൻഷൻ വിതരണമില്ല. അത് നമ്മൾ മുമ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ സംശയം പറഞ്ഞിരുന്നത് ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതെങ്ങാനും നേരത്തെ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ്. അത് നമ്മൾ 17-ാം തീയതിയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അതിലും നമ്മൾ സംശയമാണ് പറഞ്ഞിരുന്നത്. സാധ്യത കൂടുതൽ ഈ മാസം ഉണ്ടാകുകയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയും ഈ മാസം നമുക്ക് ഇനി പെൻഷൻ ഇല്ല. നാളെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല DBT സെല്ലുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് യാതൊരുവിധ ഓർഡറും ആയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഒരു സമയത്ത് സാധാരണഗതിയിൽ വിതരണം ഉണ്ടാവുകയാണെങ്കിൽ ഓർഡർ ആകുന്നതല്ലേ എന്ന്. അപ്പോൾ അവർ മറു ചോദ്യമായിട്ട് ചോദിച്ചത് ഈ മാസം നേരത്തെ അതുകൊണ്ടാണല്ലോ വിതരണം ചെയ്തത് എന്നാണ്. അപ്പം അതിനർത്ഥം ഈ മാസം ഇനി ഒരു പെൻഷൻ വിതരണം ഉണ്ടാകുകയില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കാര്യത്തിന് ഇനി സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇനി ആരും ഈ ഒരു നവംബർ മാസത്തിൽ പെൻഷൻ പ്രതീക്ഷിക്കേണ്ടതില്ല. നവംബർ മാസത്തെ ഇത് വിതരണം ചെയ്യുന്നത് കുറച്ച് നേരത്തെ ആക്കി എന്നേ ഉള്ളൂ. അത് ഇലക്ഷൻ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു. ഇലക്ഷന് മുമ്പ് എല്ലാവർക്കും നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ നൽകുക എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. അല്ലാതെ കുടിശ്ശിക ഒരു മാസത്തെ നേരത്തെയും പിന്നീട് ഈ നവംബർ മാസത്തിൽ ഒരു ഗഡു കൂടി നൽകുക എന്നുള്ള അങ്ങനെ 2 ഗഡു നൽകാൻ സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി നവംബർ മാസത്തിൽ ഒരു പെൻഷൻ ഉണ്ടാകുകയില്ല എന്നുള്ളത് തന്നെയാണ് അറിയിക്കാനുള്ളത്. ഇനി അടുത്ത പെൻഷൻ എപ്പോൾ? അതാണ് ചോദ്യം. അത് ക്രിസ്മസിനോടനുബന്ധിച്ച് 2 മാസത്തെ പെൻഷനാണ് ലഭിക്കുക. ഡിസംബർ 20-ന് ശേഷമായിരിക്കും. അതിന് തൊട്ട് ദിവസം മുമ്പ് ധനമന്ത്രിയുടെ അറിയിപ്പൊക്കെ വരും. പക്ഷേ 3200 രൂപയുടെ വിതരണം ഡിസംബർ 25-ന് മുമ്പായിട്ട് എല്ലാവർക്കും ലഭിക്കുന്ന രൂപത്തിൽ ഡിസംബർ 20 വെള്ളിയാഴ്ചയോടൊക്കെ കൂടിയിട്ട് അതിൻ്റെ ഒരു തുക വിതരണം തുടങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പം അതിൻ്റെയൊക്കെ വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് അറിയിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി പേരുടെ പെൻഷൻ മുടങ്ങിയത് മസ്റ്ററിങ്ങിന്റെ കാരണമാണ്. ഇനി മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് അടുത്ത മാസം പെൻഷൻ 2 മാസത്തേത് ഞാൻ പറഞ്ഞത് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നാളെ കൂടിയാണ് മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം. കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസമേ മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. പക്ഷേ അടുത്ത മാസം മസ്റ്ററിങ് ചെയ്യുമ്പോൾ അടുത്ത മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ആളുകൾ ഉടനെ അത് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് നടത്തേണ്ടതും എന്നും വ്യക്തമാക്കിയിരുന്നു. അപ്പം അതിനെക്കുറിച്ച് അറിയാത്തവർ എനിക്ക് വാട്സപ്പുമായി ബന്ധപ്പെട്ടാൽ നാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങളുടെ മുടങ്ങിയ പെൻഷനെല്ലാം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു പെൻഷൻ ഡിസംബറിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.